പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 2019 നവംബർ 9 ബാബറി മസ്ജിദ് കേസിലെ വിധി. സുപ്രീം കോടതിയിലെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഏകകണ്ഠമായാണ് വിധി പറഞ്ഞത്. ബാബറി മസ്ജിദ് തകർത്തത് തെറ്റാണെന്ന് വ്യക്തമാക്കിയെങ്കിലും ആ ഭൂമിയിൽ തന്നെ ക്ഷേത്രം നിർമ്മിക്കാൻ സുപ്രീം കോടതി അനുമതി നൽകി. ഭൂമി തർക്കവുമായി തുടങ്ങിയ കേസിലെ വിധി രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂമിക തന്നെ മാറ്റിവരയ്ക്കുകയായിരുന്നു. 1949 രാംലല്ല വിഗ്രഹം ബാബറി മസ്ജിദിൽ വെച്ചതോടെയാണ് എല്ലാ വിവാദങ്ങളുടെയും തുടക്കം. യു.പി. മുഖ്യമന്ത്രി ഗോവിന്ദ് വല്ലഭ് പന്തിനോട് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിഗ്രഹം എടുത്തുമാറ്റാൻ പറഞ്ഞു. ഫൈസാബാദ് ജില്ലാ മജിസ്ട്രേറ്റ് കെ നായർ വിഗ്രഹം നീക്കം ചെയ്തത് തടഞ്ഞതോടെ എന്നേക്കുമായുള്ള തർക്കമായി വളരുകയായിരുന്നു. 1986 ആയപ്പോൾ മസ്ജിദ് തുറന്നു കൊടുക്കാമെന്നായി. കത്തിനിന്ന മണ്ഡൽ രാഷ്ട്രീയത്തെ മറികടക്കാൻ ഹിന്ദുത്വ രാഷ്ട്രീയമുയർത്തി ബി.ജെ.പി. നേതാവ് എൽ.കെ. അദ്വാനി അയോധ്യയിലേക്ക് രഥമുരുട്ടി തുടങ്ങിയതോടെയാണ് രാജ്യം രണ്ടായി തിരിഞ്ഞത്. 1990 കർസേവകരുമായി പോലീസ് ഏറ്റുമുട്ടി. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് കർസേവകർ തകർത്തു. മിനാരങ്ങൾക്കൊപ്പം ശാന്തിയും തകർന്നു വീണു. എൽ.കെ. അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി തുടങ്ങിയ ബി.ജെ.പി. നേതാക്കൾക്കെതിരെ കേസെടുത്തു. പള്ളി തകർത്തത് അന്വേഷിക്കാനായി ലിബർഹാൻ കമ്മീഷനെ നിയോഗിച്ചു. ചരിത്രകാരന്മാർ തള്ളിയെങ്കിലും മസ്ജിദ് നിന്നിരുന്ന ഭാഗത്ത് 10-ാം നൂറ്റാണ്ടിലെ ക്ഷേത്രത്തിന്റെ അവശിഷ്ടമുണ്ടെന്ന് ആർക്കിയോളജിക്കൽ സർവേയുടെ കണ്ടെത്തൽ കോടതിയിലെത്തി. പിന്നീട് രാമക്ഷേത്ര നിർമ്മാണത്തിനായി സുപ്രീം കോടതിയിൽ ഹർജികളുടെ വരവായി. 2019 നവംബർ 9 മസ്ജിദ് നിലനിന്നിരുന്ന ഭാഗമടക്കം ഹിന്ദു വിഭാഗത്തിന് നൽകി സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു. 2020 സെപ്റ്റംബർ 30 ബാബറി മസ്ജിദ് തകർത്ത കേസിൽ എൽ.കെ. അദ്വാനി ഉൾപ്പെടെ 32 പ്രതികളെ CBI കോടതി വെറുതെ വിട്ടു. മീഡിയ 1 ഡൽഹി. മറ്റു വാർത്തകളിലേക്കാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ തലേ ദിവസം രാമഭക്തർക്ക് ജയ് ശ്രീറാം വിളിക്കാൻ അവകാശമുണ്ടെന്നും രാഹുൽ ഗാന്ധിക്ക് ജയ് ശ്രീറാം വിളി കേൾക്കുമ്പോൾ ശാന്തത നഷ്ടപ്പെടരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാഹുൽ അക്രമത്തിന് പ്രേരിപ്പിക്കുകയും പൊതുജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഇന്നലെ ന്യായ് യാത്ര തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ബി.ജെ.പി. പ്രവർത്തകർക്കിടയിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങിച്ചെന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. യാത്ര ഇന്ന് ഗുവാഹട്ടിയിലെത്തും. എന്നാൽ ഗുവാഹട്ടിയിലേക്ക് യാത്ര പ്രവേശിക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടില്ല. അയോധ്യയിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അയോധ്യ വിഷയത്തിൽ ലീഗിന്റെ നിലപാട് എന്നും പ്രശംസനീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. യൂത്ത് ലീഗ് കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ച മഹാറാലിയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. രാമനോടുള്ള സ്നേഹം രാജ്യം ഉൾക്കൊള്ളുന്നു. എന്നാൽ രാമക്ഷേത്രം വെച്ചുള്ള രാഷ്ട്രീയ കളിയിൽ വീഴുന്ന മണ്ടന്മാരല്ല ജനങ്ങളെന്ന് വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ യൂത്ത് ലീഗ് സംഘടിപ്പിച്ച റാലി ഉദ്ഘാടനം ചെയ്ത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. രാമനോടുള്ള സ്നേഹം അത് രാജ്യം ഉൾക്കൊള്ളുന്നു. അതേ അവസരത്തിൽ രാമക്ഷേത്രത്തെ വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ കളിയിൽ വീഴാൻ മാത്രം മണ്ടന്മാരല്ല ഇന്ത്യയിലുള്ള ജനങ്ങൾ എന്ന് ഇവിടുത്തെ ഭരണകൂടം മനസ്സിലാക്കേണ്ടി. മോദി മതത്തിന്റെയും ജാതിയുടെയും പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കുകയാണെന്ന് റാലിയിലെ മുഖ്യാതിഥി തെലങ്കാന മന്ത്രി ധൻസാരി അനസൂയ സീതക്ക പറഞ്ഞു. ED രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം നടക്കാത്തതിന് കാരണം CPIM-ഉം BJP-യും തമ്മിലുള്ള ബന്ധമാണെന്ന വിമർശനവും ധൻസാരി അനസൂയ സീതക്ക ഉയർത്തി. PM Modi is doing to silence the opposition voice, and same here in Kerala also. Here in Kerala, CM family involved in corruption. Kerala government is corrupted like BJP. കേരളം BJP-ക്ക് ബാലികേറാമലയായത് ന്യൂനപക്ഷങ്ങളെ ലീഗ് നയിക്കുന്നതുകൊണ്ടാണെന്ന് P.K. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അയോധ്യ വിഷയം ആളിക്കത്തിക്കാൻ ശ്രമിച്ച കാലത്ത് ലീഗ് സ്വീകരിച്ച നിലപാട് പ്രശംസനീയമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. അയോധ്യ വിഷയം ആളിക്കത്തിക്കാൻ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരു ശ്രമമുണ്ടായപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതൃയോഗം കൂടി അവർ രണ്ടുപേരും വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളുണ്ട്. അത് കേരളത്തിന്റെ മതേതര ചരിത്രത്തിൽ അടയാളപ്പെടുത്തും. ഒരു സംശയവും വേണ്ട. ഇത് ഇത്തരം വിദ്വേഷങ്ങളെ ആളിക്കത്തിക്കാനല്ല, വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർത്തമാനമായി വരുന്നവരോടുള്ള ചുട്ട മറുപടിയാണ് അവർ പറഞ്ഞത്. മുസ്ലിം ലീഗ് നേതാക്കൾക്കൊപ്പം M.K. രാഘവൻ MP, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 കോഴിക്കോട്.